നമസ്കാരം. കാർഷിക വിപണികളുടെയും സ്വർണ്ണ വിപണിയുടെയും ഏറ്റവും പുതിയ വിവരങ്ങളുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ദിവസേന മാറിക്കൊണ്ടിരിക്കുന്ന വിപണി സാഹചര്യങ്ങളിൽ കർഷകരും വ്യാപാരികളും സാധാരണ ഉപഭോക്താക്കളും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട നിരവധി മാറ്റങ്ങളാണ് ഇന്ന് വിപണിയിൽ കാണുന്നത്. സ്വർണം, റബ്ബർ, തേങ്ങ, ഏലം, കുരുമുളക് പൊടി തുടങ്ങിയ പ്രധാന ഉൽപ്പന്നങ്ങളുടെ ഇന്നത്തെ സ്ഥിതിയും വരും ദിവസങ്ങളിലെ സാധ്യതകളും വിശദമായി പരിശോധിക്കാം. ആദ്യം സ്വർണ്ണ വിപണിയിലേക്ക് വരാം. കേരളത്തിൽ ഇന്ന് 22 കാരറ്റ് സ്വർണത്തിന്റെ വില 10 ഗ്രാമിന് ഏകദേശം 1.3 ലക്ഷം മുതൽ 1.36 ലക്ഷം രൂപ വരെയും, 24 കാരറ്റ് സ്വർണത്തിന്റെ വില 10 ഗ്രാമിന് ഏകദേശം 1.45 ലക്ഷം മുതൽ 1.48 ലക്ഷം രൂപ വരെയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ ഇടിവിന് ശേഷം സ്വർണ്ണവിലയിൽ വീണ്ടും കരുത്ത് കാണിക്കുന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം, നിക്ഷേപകരുടെ സുരക്ഷിത നിക്ഷേപങ്ങളിലേക്കുള്ള തിരിഞ്ഞുനോട്ടം, അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾ എന്നിവ സ്വർണ്ണവിലയെ പിന്തുണയ്ക്കുന്ന പ്രധാന ഘടകങ്ങളായി തുടരുന്നു. അതിനാൽ അടുത്ത ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ നേരിയ ഉയർച്ചയ്ക്കുള്ള സാധ്യത വിപണി നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. റബ്ബർ വിപണിയിലേക്ക് നോക്കുമ്പോൾ കേരളത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ റബ്ബർ വില ഇപ്പോഴും കർഷകർക്ക് പ്രതീക്ഷ നൽകുന്ന നിലയിലാണ്. ആഗോള വിപണിയിലെ ആവശ്യകത, വാഹന വ്യവസായത്തിലെ ഉൽപ്പാദന വർധന, ഉൽപ്പാദന മേഖലയിലെ കാലാവസ്ഥാ സ്വാധീനം എന്നിവ റബ്ബർ വിലയുടെ മുന്നോട്ടുള്ള ദിശ നിർണ്ണയിക്കും. നിലവിലെ സാഹചര്യത്തിൽ വില വലിയ തോതിൽ താഴേക്ക് പോകാനുള്ള സാധ്യത കുറവാണെന്നും ചെറിയ തോതിലുള്ള ഉയർച്ചകൾ തുടർന്നേക്കാമെന്നും വിപണി വൃത്തങ്ങൾ വിലയിരുത്തുന്നു. തേങ്ങയും കൊപ്രയും സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര ആവശ്യകതയും ഭക്ഷ്യ എണ്ണ വിപണിയിലെ മാറ്റങ്ങളും വിലയെ സ്വാധീനിക്കുന്നു. കേരളത്തിലും സമീപ സംസ്ഥാനങ്ങളിലുമുള്ള ഉൽപ്പാദന സാഹചര്യങ്ങൾ അടുത്ത ആഴ്ചകളിൽ വില നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമായിരിക്കും. നിലവിൽ വില സ്ഥിരതയിലേക്കാണ് നീങ്ങുന്നതെങ്കിലും ആവശ്യകത വർദ്ധിച്ചാൽ ഉയർച്ചയ്ക്ക് സാധ്യത നിലനിൽക്കുന്നു. ഏലം വിപണിയിൽ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് കാണുന്നത്. ഏറ്റവും പുതിയ ലേലവിവരങ്ങൾ പ്രകാരം കിലോയ്ക്ക് ശരാശരി 2500 മുതൽ 2700 രൂപയ്ക്ക് മുകളിലായാണ് വ്യാപാരം നടന്നത്. ഉയർന്ന നിലവാരമുള്ള ഏലത്തിന് 3000 രൂപയ്ക്ക് മുകളിലുള്ള നിരക്കുകളും ലഭിച്ചിട്ടുണ്ട്. കയറ്റുമതി ആവശ്യകതയും ഉൽപ്പാദന ലഭ്യതയിലെ വ്യത്യാസവും ഏലം വിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. നിലവിലെ പ്രവണത തുടരുകയാണെങ്കിൽ ഏലം വിപണിയിൽ കൂടുതൽ ശക്തി കാണാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. കുരുമുളക് വിപണിയിലും സ്ഥിരതയുള്ള ആവശ്യകത തുടരുകയാണ്. ആഭ്യന്തര വിപണിയിലും കയറ്റുമതി മേഖലയിലും ആവശ്യകത നിലനിൽക്കുന്നതിനാൽ വിലയിൽ വലിയ ഇടിവ് പ്രതീക്ഷിക്കപ്പെടുന്നില്ല. കാലാവസ്ഥാ മാറ്റങ്ങളും വിളവെടുപ്പ് സാഹചര്യങ്ങളും വരും ദിവസങ്ങളിൽ വിലയെ സ്വാധീനിച്ചേക്കും. കുരുമുളക് പൊടിയുടെ വിലയും അസംസ്കൃത കുരുമുളകിന്റെ വിലയെ അടിസ്ഥാനമാക്കി നീങ്ങുന്നതിനാൽ നിലവിലെ സാഹചര്യത്തിൽ സ്ഥിരതയോ നേരിയ ഉയർച്ചയോ പ്രതീക്ഷിക്കാം. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്നത്തെ വിപണിയിൽ സ്വർണത്തിനും ഏലത്തിനും ശക്തമായ പിന്തുണ ലഭിക്കുന്നുണ്ട്. റബ്ബർ, കുരുമുളക്, തേങ്ങ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ സ്ഥിരതയുള്ള വ്യാപാര അന്തരീക്ഷത്തിലാണ് മുന്നോട്ടു പോകുന്നത്. എന്നാൽ അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾ, കാലാവസ്ഥ, കയറ്റുമതി ആവശ്യകത എന്നിവ ഏതു സമയത്തും വിലകളെ സ്വാധീനിക്കാവുന്ന ഘടകങ്ങളാണെന്ന് ഓർക്കണം. ഇന്നത്തെ വിപണി വിശകലനം ഇവിടെ അവസാനിക്കുന്നു. ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ സ്വർണ്ണവില വിവരങ്ങൾ, കാർഷിക വിപണി റിപ്പോർട്ടുകൾ, കർഷകർക്ക് ഉപകാരപ്പെടുന്ന വാർത്തകൾ, സാമ്പത്തിക വിശകലനങ്ങൾ എന്നിവ ദിവസേന ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും പങ്കുവയ്ക്കാൻ മറക്കരുത്. നന്ദി. വീണ്ടും പുതിയ വാർത്തകളുമായി കാണാം.